ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച്. അപ്പം ഫ്രണ്ട്സ് എഡിഷനാണ്. ഇന്ന് എൻ്റെ കൂടെ 2 പേരുണ്ട്, ഹുദ, ഫിദ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഈ ഒട്ടുമിക്ക വീഡിയോകളിലും തരംഗമായിക്കൊണ്ടിരിക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമുക്ക് കഴിയോ ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ആണ്. ഇന്ന് നമുക്ക് പലരുടെയും മുഖംമൂടികൾ അഴിച്ചിടാം. ഇന്ന് ഹുദ ആണോ ഫിദ ആണോ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഫേവറേറ്റ് കളർ? ഞാനോട് എഴുതാം. രണ്ടുപേരും കറക്റ്റ്. ലാവൻഡറും ബ്ലൂ. ഇങ്ങോട്ട് വേണേ ബ്ലൂ, ലാവൻഡർ. ഇത് ബ്ലൂ ലാവൻഡർ ആണ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സ്. വൈറ്റും ബ്ലാക്ക് ഓപ്ഷണൽ ആയിട്ട്. അപ്പം രണ്ടുപേരും കറക്റ്റാണ്. ബ്ലൂ ലാവൻഡർ. ഓക്കെ, രണ്ടുപേർക്കും ഓരോ മാർക്ക് വെച്ച് തരാം. ഫിദാക്കൊരു മാർക്ക്, ഹുദാക്കൊരു മാർക്ക്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫുഡ്. ആകെ ഒന്നേ ഉള്ളത് കറക്റ്റ് ആക്കണം. ഓൾ ടൈം ഫേവറേറ്റ് കണ്ടോ? ഇതായി കാണിച്ചോ? മന്തി കുട്ടിയാണ്. ഓക്കെ, രണ്ടുപേർക്കും ഒരു മാർക്ക്. അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. അടുത്ത, എനിക്ക് ഇടാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്. ഫേവറേറ്റ് ഡ്രസ് കോംബോ. ഇപ്പം എന്താ പറയാ, ഫേവറേറ്റ് ഡ്രസ്സ് ഇതാകുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ എനിക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടം. ജീൻസ്, ടീഷർട്ട് ആൻഡ് ടോപ്പ്. ഞാൻ ഏതെങ്കിലും കറക്റ്റ് ആണ്. രണ്ടുപേർക്കും വീണ്ടും ഒരു മാർക്ക് വെച്ച്. ഇവർക്ക് എത്ര കറിയായിരുന്നു? ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. മൈ അഡിക്ഷൻ മീൻസ് എന്താ, എനിക്ക് ഒരു കാര്യത്തിനോട് ഭയങ്കര ഇഷ്ടം. അത് എൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ പറഞ്ഞു ഒരു ഇഷ്ടം, അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തിങ്, ഒരു ഒബ്ജക്റ്റിനോട് ഭയങ്കര ഇഷ്ടം. രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് പറഞ്ഞാൽ എൻ്റെ അഡിക്ഷൻ അത് ഒരു ടൈം പീരീഡിൽ, ഈ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിയതാണ്. ഉണ്ടായിരുന്നു, ഈ ഒരു ടൈമിലായപ്പോൾ വീണ്ടും കൂടി. ഒരു മീൻസ് ഒരു ടോയും ആവാം, ഒരു തിങ്ങും ആവാം. രണ്ട് കാര്യമുണ്ട്, രണ്ടുപേരും. ഇത്രയും പ്രത്യേകമൊന്നും ഇല്ലേ, ഞാൻ ഇത് കാണിച്ചു തരാം. ഇതെനിക്കറിയാം, കാരണം ഇവർക്ക് അറിയാൻ സാധിച്ചില്ല. എനിക്ക് കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഒരു അഡിക്ഷൻ ആക്കിയതാണ്. അങ്ങനെ കാണിച്ചോ? എന്റെ ഹുദാക്ക് തന്നെ അറിയത്തോളൂ കൊള്ളാടി. ഹുദാടുത്താണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ കാര്യം. ഓക്കെ ഗൈസ്, കണ്ടോ? ഫിദാക്ക് മൊട്ട ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമാണ്. വേറെ പറയാൻ പറ്റും. ഇതിനോട്ട് പോവാം. സിമ്പിളാണ്. ഫേവറേറ്റ് ആക്ടർ സിനിമ ആക്ടർ മലയാളം. ഓക്കെ, ആയിരിക്കല്ലോ. രണ്ടെണ്ണോ ഇതല്ലേ? സുന്ദരൊക്കെ എന്തിനാ?
മനസ്സിൽ വായിച്ചൂടെ? ടോവിനോ തോമസ്. രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടോ? സമ്മാനം ടോവിനോ തോമസ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടൊക്കെ നോക്കിട്ടായിരുന്നു മാർക്ക്. അടുത്തത് ഫേവറേറ്റ് സബ്ജക്ട്. ഒറ്റ ആൻസർ ഉള്ള വേണ്ടേ? എനിക്കതാ ഇഷ്ടം. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇവരോടല്ലേ ട്യൂഷൻ പഠിക്കുന്നത്. രണ്ടുപേർക്കും ഓരോ മാർക്ക്. രണ്ടൊരു കെമിസ്ട്രി ആണ് കേസ്. ഇല്ല കെമിസ്ട്രി ഇതുവരെ എനിക്ക് 20 മാർക്കില്ല, ബാക്കിയെല്ലാം 40 മാർക്ക്. മനസ്സിലായോ? കെമിസ്ട്രി ബയോളജി ഫിസിക്സ് എല്ലാം 20 മാർക്കിന്. 20 മാർക്കിന് നമുക്ക് 19 18 എപ്പോഴാവാം. അതൊക്കെ കുഴപ്പമില്ല. കെമിസ്ട്രി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ബയോളജി ഇഷ്ടം, ഫിസിക്സ് ഇഷ്ടമല്ല. ഫിസിക്സ് ഇഷ്ടമല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി ടഫ് ആണെന്ന് എനിക്ക്. ഓക്കെ ഗേസ്, ഇപ്പൊ എന്താ നമ്മൾ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടഫ് ആണോന്ന് എനിക്ക് അറിയത്തില്ല. 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എന്റെ ബർത്ത് ഇയർ. എഴുതിക്കോ. അറിയോ? അല്ല, ഇതിനെക്കാട്ടി സിമ്പിൾ വേറൊരു വഴിയുണ്ട് കണ്ടുപിടിക്കാൻ. നീ അവിടെ പണിട്ടുണ്ടോ? നീ അങ്ങ് പോയടാ. കണ്ടി എഴുതി. ഓക്കെ, കാണിക്കട്ടെ. 2012. വീണ്ടും പിതാക്ക് മുട്ട കേസ് കണ്ടോ? നീ എന്നെക്കാട്ടി ഇളയതല്ലേ? അല്ല, ഞാൻ 2011. നമ്മൾ ഒരേ ക്ലാസ്സിലായിരുന്നല്ലോ, പിന്നെയല്ലേ മാറി. ഓടി, ഞാൻ 9ാം ക്ലാസ്സിലാണെങ്കിൽ ഇവരെ കഴി കൊച്ചാണെന്നാണ് ഇവരെ വിചാരം. പക്ഷെ ഞാൻ ഇവരെ കഴി മൂത്തതെന്ന് എനിക്കാണ്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഈ ഒക്ടോബർ ആയപ്പോ എനിക്ക് 14 ആയില്ലേ. ഇനി ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങൾക്ക് 15. പിന്നെ എനിക്ക് ഒക്ടോബർ 14 ഞാൻ ഓർത്തില്ല. അങ്ങനെയാണ് മനസ്സിലാവും. പിന്നെ 2011 കറക്റ്റ്. ഇവർ 8ലാണ്. അതാണ് വയസ്സ് എത്ര? വീണ്ടും ഫിദാക്ക് മുട്ട. ഫിദ 2 പ്രാവശ്യം മുട്ട വാങ്ങി എന്റെ ഹുദാപ്പിക്ക് തന്നെ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ മുട്ട വീഴുന്നു. ഓക്കെ, അടുത്തത് എനിക്ക് സ്വീറ്റ് ഫുഡാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര സ്പൈസി ആണോ, ഭയങ്കര സ്വീറ്റിന്റെ ആളാണോ ഞാൻ? ഒബ്വിയസ്ലി പക്ഷേ കാരണം എനിക്ക് എന്റെ ഹുദാപ്പിക്ക് സെയിം സ്വഭാവം. ഞങ്ങളാണ് ട്വിൻസ്. നീ ആവട്ടെ. എഴുതിയിട്ടുണ്ട്. കറക്റ്റായ മതി. സ്വീറ്റ് ആണ്. ഐറ്റംസ് ഒന്നും കൂടെ ആ സമയം എടുക്കണം. സ്വീറ്റ് ഐറ്റംസ് ഇതുവരെയുള്ള എല്ലാത്തിലും പുത കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മാറുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്. നമ്മൾ ട്യൂഷൻ വിട്ടൊക്കെ എപ്പോഴും വാങ്ങി കുടിക്കുന്ന, അങ്ങനെ കടയിൽ പോയി കുടിക്കുന്ന വേണ്ട. നമ്മൾ ട്യൂഷൻ വിട്ട് ഈ 10ന്റെ വെള്ളം അങ്ങനെ എഴുതിയാൽ മതി. എഴുതിയിട്ടുണ്ട്. ഇത് ക്ലിയർ ആണോ? പറയട്ടെ. കിലോ. Of course, yes. മാർക്കിട്. ഓക്കെ, നമുക്ക് വേഗം പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. എനിക്കും ടാസ്ക്. 2 എണ്ണം എഴുതാം. എനിക്ക് 2 ഇഷ്ടം. പർട്ടിക്കുലർമാർ ചെയ്തോന്ന് എനിക്ക് തോന്നുന്നില്ല. മേബി ഇതായിരിക്കും. ഓപ്ഷൻസ് കൊടു. ഓക്കെ, എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻസ് കൊടുക്കണോ? എഴുതി ഓപ്ഷൻസ് കൊടുക്കണോ? ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുടിക്കാറുള്ളത്. മനസ്സിലായോ? കാണിക്കട്ടെ. ഇതൊന്നും അറിയാൻ വയ്യ. നീ എഴുതിയോ?
തെറ്റി ഇതാ തെറ്റി ഇത് കറക്റ്റ്. ഏതാ സ്പാനിഷ് ഡിലൈറ്റ് ബട്ടർ സ്കോച്ച്. ഒരെണ്ണം എഴുതി മിസ്റ്റേക്ക് ഇഷ്ടമല്ല അതാ. ഞാൻ അത് എഴുതാന്ന് ചോദിച്ചാൽ എന്തായാലും ബാക്കി എഴുതാതെ. എന്താ പിന്നെ എനിക്ക് ബാക്കിയത് സ്പാനിഷ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാണ്. പക്ഷേ സ്പാനിഷ് ഡിലൈറ്റ് ബട്ടർ സ്കോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്നതാണ്. ബീച്ചിൽ പോകുമ്പോൾ ഇവരുടെ ഇവിടെ വരാറില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് സ്പാനിഷ് ഡിലൈറ്റ് ഇഷ്ടമാണ്. ആ ഒരു ഓർമ്മയിലാണ് ഫസ്റ്റ് ഞാൻ മിസ് എഴുതിയത്. പക്ഷെ ഞാൻ വെട്ടിയിട്ട് വീണ്ടും സ്പാനിഷ് ഡിലൈറ്റ് കറക്റ്റ്. അപ്പം ഫിദാക്ക് വീണ്ടും മുട്ട, ഫിദാക്ക് വീണ്ടും ഫിദ ഇതുവരെ ഒരെണ്ണം വരുന്നില്ല. ഇപ്പൊ തെറ്റിക്കും. ഇപ്പൊ തെറ്റിക്കുന്നതിന് നീ പറയുന്നൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. ഫേവറേറ്റ് സീസൺ ഓപ്ഷൻസ് വരാം. മഴ, വെയില്, മഞ്ഞ്, എല്ലാം പൊഴിയുന്ന കാലം. എന്തായാലും ഓട്ടം സീസൺ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടെ. മഴ, വെയില്, മഞ്ഞ്. ഞാൻ എഴുതും ഒറ്റ എണ്ണല്ല കറക്റ്റ്. ഇതൊരു വണ്ടിയാണ്. ഇല്ല ഇല്ല ഇനി മാറ്റാൻ പറ്റത്തില്ല. ഇതാക്കി വീണ്ടും മുട്ട. രണ്ടുപേർക്കും മുട്ട. എനിക്ക് സ്നോ ആണ് ഇഷ്ടം. ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതുവരെ ഒരെണ്ണം വരുന്നില്ല. ഇപ്പൊ തെറ്റിക്കും. ഇപ്പൊ തെറ്റി രണ്ടുപേർക്കും മുട്ട. ട്രെയിനി ഒന്നും വലിയ ഇഷ്ടമല്ല. എന്നാ മഴ വരുത്തില്ലേ? ഈ സ്നോയിൽ പോയിട്ടുണ്ടോ? ഇല്ല. സ്നോ നമ്മൾ ഈ തിരുമല അടുത്ത സ്നോ ഫെസ്റ്റിനൊക്കെ പോയിട്ടില്ലേ? സ്നോ പറഞ്ഞാ എനിക്ക് തണുപ്പ് കാലമാണ് ഏറ്റവും ഇഷ്ടം. റെയിൻ വന്നാലും തണുപ്പ് എടുത്തില്ലേ? അതിന് മാർക്ക് കൊടുക്കാമോ? എനിക്ക് ഇഷ്ടം മുട്ട വീഴില്ല. അപ്പൊ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ടുപേർക്കും മുട്ട. സ്നോ സീസൺ ആണ് എനിക്കിഷ്ടം. മാർക്ക് കിട്ടോ? മാർക്ക് കിട്ടി രണ്ടുപേർക്കും മുട്ട. പൂജ എന്റെ എന്താ ചരിത്രം എക്സ്പെക്ടേഷൻസ് എല്ലാം തെറ്റിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട് ബാബാ ഫ്രൂട്ട്. പറയേണ്ട ആവശ്യമില്ല. ഉമ്മാ കിട്ടി. കാണിച്ചു. ബനാന. ബനാന. രണ്ടുപേർക്കും ഒരു മാർക്ക്. നെക്സ്റ്റ് എൻ്റെ ഡ്രീം. ഡ്രീം രണ്ട് ഡ്രീം എഴുതാം. ഞാൻ പറഞ്ഞ എഴുതിയാൽ മതി. ഒറ്റൊരു ഡ്രീമേ ഉള്ളൂ എനിക്ക്. ഞാൻ രണ്ടെണ്ണം എഴുതി. കാണിച്ചു. പറയില്ല, പറയാതെ കാണിച്ചു. ദാൻ തോന്നുന്നേ. എന്താ എഴുതിയേ? ഡ്രീം ഹൗസ് എഴുതി. ബിഗ് ഹൗസ്. ബിഗ് ഹൗസ് ഒന്നും വേണ്ട, ചെറുതായ കുഴപ്പമില്ല. ഒരു ഹൗസ് സ്വന്തമായിട്ട് വെക്കണം. രണ്ടുപേർക്കും ഓരോ മാർക്ക് വെച്ചിട്ടുണ്ട്. തിരിച്ച് പിടിക്കുന്നു. ഹുദ ഇനി തിരിച്ചു പിടിക്കുമ്പോൾ വീണ്ടും മുട്ടകൾ വാങ്ങുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനോടെ അറിയാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. ഇത് ഹുദ ചരിത്രം തെറ്റിച്ച സ്ഥലമാണിത്. വീണ്ടും ചരിത്രം തെറ്റിക്കുന്നുള്ളതാക്കാം. ഒരു ഓപ്ഷൻസ് തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അങ്ങോട്ട് ഔട്ട്സൈഡ്. ഓസ്ട്രേലിയ, UK അതൊക്കെയാണോ? ഐ മീൻ എബ്രോഡ് പോവാം. അതെ തന്നെ. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇപ്പൊ ഞാൻ പറഞ്ഞു. ഹുദ ചരിത്രം തെറ്റിച്ച സ്ഥലം ആവാതിരിക്കാം. ഹുദ എപ്പോഴാണ് ചരിത്രം തെറ്റിച്ച് മുട്ട വാങ്ങിയത്? മുട്ടയുടെ സ്ഥലമാണോ നീ ഉദ്ദേശിച്ചത്? ആ മുട്ടയുടെ സ്ഥലം. ഇവിടെ മഴയിൽ എപ്പോഴാണ് ഹുദ ഈ മുട്ട വാങ്ങിയ? എന്താ പറഞ്ഞപ്പോഴേ ഹുദക്ക് തെറ്റിയത്? അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം. റെയിനി അല്ലല്ലോ കറക്റ്റ് ഉത്തരം. അങ്ങനെ വെച്ചിട്ടുണ്ട് സ്ഥലം. റെയിനി അല്ലായിരുന്നല്ലോ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ കിട്ടി. സ്ഥലത്തിന്റെ പേരുണ്ടോ? സ്ഥലത്തിന്റെ പേര് മഞ്ഞുള്ള സ്ഥലം എഴുതിയത്. കിട്ടി. പറയട്ടെ. എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. ഇങ്ങനെ തന്നെയാണോ ശരിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ സ്ഥലം എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് മനസ്സിലായില്ല. ഞാൻ പറയട്ടെ. അങ്ങനെ പറയാം. പറയട്ടെ. കാശ്മീർ. കുളുമണാലി. അത് തന്നെയല്ലേ കാശ്മീര്. കുളുമണാലിയില് കാശ്മീരിലും വരും. US നാട്ടോ. അയ്യോ ചരിത്രം തെറ്റിച്ചിരിക്കുന്നു. പേപ്പർ പോലും ഇഷ്ടപ്പെട്ടില്ല.
എന്തായാലും വീണ്ടും ചരിത്രം വെച്ച് ഹുദാക്ക് 2 മുട്ട, ഫിദാക്ക് 4 മുട്ട. അല്ല 2 മുട്ടയുള്ള പൊടി 1 2 3 പൊടി. ഓക്കെ എന്തായാലും എനിക്ക് കുളു മണാലി അഥവാ കാശ്മീർ ആണ് ഇഷ്ടം. നെക്സ്റ്റ് മോഡേൺ ഡ്രസ് ആണോ നാടൻ ഡ്രസ് ആണോ ഇഷ്ടം? മീൻസ് ബാഗി പാന്റും ക്രോപ്പ് ടോപ്പ് ആണോ ഇഷ്ടം? സാരി പട്ടോ മോഡേൺ ട്രഡീഷൻ എസ്പെഷ്യലി ഓർ ഒബ്വിയസ്ലി ഇതാണ് നോക്കിക്കോളൂ മോഡേൺ. നാടിനെ ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഒരേ മാർക്ക്, 1 മാർക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് എന്താ പറയുക, ഫേവറേറ്റ് വെഹിക്കിൾ അഥവാ അതിനകത്ത് എസ്പെഷ്യലി ഇപ്പം ഫേവറേറ്റ് വെഹിക്കിൾ കാറ്, ബൈക്ക്, ബുള്ളറ്റ് അങ്ങനെ. പിന്നെ അതിനകത്ത് അപ്പം കാറാണെന്നുണ്ടെങ്കിൽ അതിനകത്തേത്, ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തേത്, അങ്ങനെ 2 ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇപ്പൊ ഒരു ഫേവറേറ്റ് വെഹിക്കിൾ അതിനകത്ത് ഇപ്പൊ കാർ ആവാം, ബൈക്ക് ആവാം, സ്കൂട്ടർ ആവാം, എന്നിട്ട് അതിനകത്ത് ഒരു സ്പെഷ്യൽ എടുത്തിട്ട് ആ ബ്രാൻഡ്. പറയട്ടെ. ചരിത്രം തെറ്റിച്ചു. ചരിത്രം തെറ്റിച്ചു. ഫിദ ചരിത്രം തിരിച്ചു. കാറ് BMW, ഫിദ എഴുതിയത് കാറ് ഫോർച്യൂണർ. ഫോർച്യൂണർ ഇഷ്ടമല്ല. ബൈക്ക് ഇഷ്ടമല്ല. KTM ഇഷ്ടമല്ല. ബൈക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ ഓക്കെ ഗൈസ്, ഫിദാക്ക് 1 മാർക്ക്, ഹുദാക്ക് വീണ്ടും മുട്ട. 3 മുട്ടകളോടെയും 4 മുട്ടകളോടെയും മുന്നോട്ട് വെക്കണം. 3 മുട്ടയായി 4 മുട്ട. എനിക്ക് തോന്നുന്നു ഫിദ ഇനി മുട്ട വാങ്ങിക്കാം. ഹുദയുടെ കാര്യം നമുക്ക് നോക്കാം. ഹുദ ഇനി മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ ഫിദ ജയിക്കും. ഇനി ആകെ കുറച്ച് കൂടെ ഉള്ളൂ. ഓക്കെ അടുത്തത് സിമ്പിൾ, ഒരു ഓറാണ്. സ്ലീപ്പിംഗ് ഓർ ഡാൻസിങ്? കാണിച്ചു പറയണ്ട. ആണെന്ന് തോന്നുന്നു. ചുമ്മാ ഉറങ്ങുന്ന ഇഷ്ടം. ചുമ്മാ ഞാൻ ഇന്നലെ വന്നപ്പോ നീ ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന ഇഷ്ടമല്ല. ഇച്ചിരൂടെ എന്നോട് ഇഷ്ടം ഡാൻസ് പഠിക്കണം, ഡാൻസ് കളിക്കണം, അങ്ങനെയാണ്. പക്ഷെ ഉറങ്ങാൻ സമയത്ത് നമ്മൾ ഉറങ്ങണം. ഡാൻസിങ് ഇഷ്ടമാണ്, സ്ലീപ്പിങ് ഇഷ്ടമാണ്. ഇച്ചിരൂടെ ഡാൻസ്. ഫിദാക്ക് മുട്ട വീണ്ടും. ഫിദാക്ക് 5 മുട്ട. ഇനി ഹുദാക്ക് 2 ചാൻസ് ഉണ്ട്. 2 മുട്ട വാങ്ങി വീണ്ടും ഹുദ തോന്നും. ഫിദ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ്. ഞാൻ എപ്പോഴും ഫിദായ ഹുദാന്നും ഹുദാക്ക് ഫിദാന്നും വിളിച്ചിട്ടുണ്ട്. 17. അടുത്ത എന്റെ ഹോബി. പറഞ്ഞില്ലേ നിന്റെ ഹോബി? ഡാൻസിങ്. ഓക്കെ അടുത്ത എനിക്ക് മൗണ്ടെയിൻസ് ആണോ ഇഷ്ടം, ബീച്ച് ആണോ ഇഷ്ടം? അത് ഞാൻ പറയാം. ബീച്ചിൽ എപ്പോഴും പോയി മടുത്തില്ല. അപ്പൊ മൗണ്ടെയിൻ ആണ്. ചരിത്രം തെറ്റിച്ചോ? ചരിത്രം തെറ്റിച്ച് ഇല്ല ഇല്ല മൗണ്ടെ കറക്റ്റ്. ഇഷ്ടമല്ല. എനിക്ക് ബീച്ചിൽ പോയി ഇഷ്ടമല്ല. ഞാൻ ബീച്ചിൽ പോയാ അവിടെ നോക്കി ഫോണിൽ നോക്കി ഇരിക്കുക. ഞാൻ ബീച്ചിൽ പൊന്മുടിയിലൊക്കെ പോയ ഇഷ്ടമാണല്ലോ. ഹുദാണ് എപ്പോഴും കറക്റ്റ്. ഇപ്പോഴും അടി അടക്കും. എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് 2 പേർക്കും 1 മാർക്കല്ലല്ലോ. ഫിദാക്ക് മുട്ട. 6 മുട്ടകളോടെ ഫിദ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വിളിച്ചു പറയാനുണ്ടോ? ഹുദാക്ക് 3 മുട്ട. അടുത്തത് ഫേവറേറ്റ് പെറ്റ്. പാമ്പ്. കൂടെ ഉണ്ട് 5 ചരിത്രം തെറ്റിക്കും.
കാണിച്ചോ? അതങ്ങനെ മാറ്റിയാ അതല്ലാതെ വേറെ തന്നെ ഇന്ത്യൻ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു. ഏതാ? കാറ്റിനാണ് ഹുദായ. ഇനി രണ്ടെണ്ണോടാണ് ഫേവറേറ്റ് ഹൊറർ ഫിലിം. ഇംഗ്ലീഷ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നുമില്ല. ഇംഗ്ലീഷാണ്. എനിക്ക് ഓണൊന്നും ഇല്ല. നീ എന്തും പറഞ്ഞു. ഇംഗ്ലീഷിൽ ഞാൻ വലുത് കാണാത്ത ഞാൻ തോറ്റും തോന്നുന്നു. അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ചരിത്രം ഇപ്പൊ തന്നെ ഫിദ തോറ്റു. ഓക്കെ, എഴുതി. കോസ്മെറ്റിക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? എഴുതി. ഓക്കെ, നേരത്തെ എഴുതിയതാണെന്ന് തോന്നുന്നു. നേരത്തെ ഉണ്ട് അഡിക്ഷൻ ചോദിച്ചപ്പോ എഴുതിയതാ. അതേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഞാൻ അതാ എഴുതിയത്. ഓക്കെ, നമുക്ക് മാർക്ക് നോക്കാം. ഇതൊക്കെ എത്ര മുട്ടുണ്ട്? കുളിച്ച കണക്കല്ലേ? ഫിദാക്ക് 15, 16, 17, 18. ഞാൻ 15. 3 മുട്ട 5 മുട്ട. 5 മുട്ട അല്ല 6 മുട്ട. 1 2 3 4 5 6 മുട്ട. 15 മാർക്ക് 6 മുട്ടയും 18 മാർക്ക് 3 മുട്ടയും. ലീഡ് ചെയ്തിരിക്കുന്നു ഹുദ. വിന്നർ ഹുദ. എന്തോ ചെയ്യാനാ, എനിക്ക് അതുകൊണ്ടായിപ്പോയി. നീ എന്തൊക്കെയാ തെറ്റിച്ചെന്നോ? ഞാൻ തെറ്റിച്ച ഇത് 4ാമത്തെ അഡിക്ഷൻ അത് തെറ്റിച്ച്. പിന്നെ എന്താ തെറ്റിച്ച? 2012. 2012 എഴുതി, അത് തെറ്റിച്ച്. പിന്നെ സീസൺ, പിന്നെ ചോക്ലേറ്റ് അത് ഞാൻ ഹുദ എന്തോ തെറ്റിച്ച? പിന്നെ ഒന്നും ഞാൻ തെറ്റിച്ചില്ല. പിന്നെ ബീച്ച് തെറ്റിച്ചു. ഞാൻ ഇതാ തെറ്റിച്ചത്, മറ്റേ റെയിനിന്റെ സ്നോയും സ്ഥലവും. പിന്നെ മറ്റേ ഇത് കാറില് മൂന്നാം നമ്മള് ഫോർച്യൂണർ എഴുതിയടാ. ഏറ്റവും വിയറബിൾ അല്ല. ഇത്രേ ഉള്ളൂ. ഹുദാണ് വിന്നർ. 3 മുട്ടയോടെ ആണെങ്കിലും ഹുദ ജയിച്ചിരിക്കുന്നു. 6 മുട്ടയോടെ ഫിദ തോറ്റിരിക്കുന്നു. നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹുദാണ് വിന്നർ, ഫിദാണ് 6 മുട്ടക്കറി വീട്ടിൽ കൊണ്ട് 3 മുട്ട ഉണ്ട്. 3